ഹലോ എവരിവൺ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചൈൽഡ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷൻ്റെ അടുത്തൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോമൺ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഇൻ ചിൽഡ്രനിലുള്ള കോമൺ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. അതായത് കുട്ടികളിൽ നമ്മൾ കാണുന്ന കോമൺ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് അവർക്ക് ഡെഫിഷ്യൻ്റ് ആയിട്ട് കാണുന്നത്, അങ്ങനെ ഡെഫിഷ്യൻ്റ് ആകുമ്പം എന്ത് കണ്ടീഷനാണ് അവർക്ക് ആ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത്. ഈ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ മെറ്റേണൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ലാക്ടേഷൻ സമയത്തുള്ള ന്യൂട്രീഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയാറുണ്ടല്ലേ. അപ്പോൾ ആ ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുമ്പം അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് കണ്ടീഷനാണ് കുട്ടിക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടല്ലേ. എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പറയാം. അതായത് ഏതൊക്കെ ഡെഫിഷ്യൻസീസ് ആണ് കുട്ടികളിൽ കാണുന്നത്. വളരെ കോമൺ ആയിട്ടുള്ളത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പലതും പലർക്കും ആയിട്ടുണ്ടാവും, ബട്ട് മോസ്റ്റ് കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം കോമൺ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി എന്താണ് ഇതെന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ആർക്കായാലും ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു വുമൺ ആവാം, അല്ലെങ്കിൽ അഡൾട്ട് ആവാം, ഏത് ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാർക്കായാലും അവർക്ക് എന്ത് വേണം? ഒരു അപ്രോപ്രിയേറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷൻ വേണം. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ വേണം. എന്തിനു വേണ്ടി? അവരുടെ മെറ്റബോളിസം പ്രോപ്പർ ആക്കാനും അവരുടെ ഹെൽത്ത് കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയും അവർക്ക് വേണ്ട എല്ലാ ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയും ഒരു ബാലൻസ്ഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ന്യൂട്രീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്നാൽ മാത്രമേ അവരുടെ മെറ്റബോളിസം അല്ലെങ്കിൽ അവരുടെ ലൈഫ് പ്രോസസ്സുകളെല്ലാം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. Okay, so an appropriate and balanced nutrient intake and metabolism provide the substrate for normal physiological function of the human body. അപ്പം അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് എന്ത്? നോർമൽ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് പ്രോപ്പറായിട്ട് നടത്താൻ അതിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരുമ്പോൾ എന്ത് പറ്റും? ബോഡിയിലെ ആ ഫിസിയോളജിക്കൽ ഫങ്ഷൻസിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരും. ആൻഡ് ഈ ചിൽഡ്രനിലെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്ത് ആവശ്യമാണ്? അഡിക്വേറ്റ് ന്യൂട്രിയൻസ്. അവർക്ക് എല്ലാ ന്യൂട്രിയൻസും അതും വേണ്ട എമൗണ്ടിൽ ആവശ്യമാണ്. എന്തിനൊക്കെ വേണ്ടിയാണ്? ഫോർ ദ പ്രോപ്പർ ഫിസിക്കൽ ഗ്രോത്ത്, അവരുടെ പ്രോപ്പർ ഫിസിക്കൽ ഗ്രോത്തിനും പിന്നെന്താണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനും ഇമ്മ്യൂൺ കോമ്പീറ്റൻസിനും വേണ്ടി, ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയും അതേപോലെ ഇമോഷണൽ വെൽബീയിങ്ങിനും വേണ്ടി എന്ത് ആവശ്യമാണ്? ഒരു അഡിക്വേറ്റ് ന്യൂട്രീഷൻ ആവശ്യമാണ്. അപ്പോൾ ചൈൽഡ്ഹുഡിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ അവർക്ക് ആവശ്യമാണ്. എന്തിനു വേണ്ടിയാണ്? ഫോർ പ്രോപ്പർ ഫിസിക്കൽ ഗ്രോത്ത്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഇമ്മ്യൂൺ കോമ്പീറ്റൻസ് ആൻഡ് ഇമോഷണൽ വെൽ ബീയിങ്. ഓക്കെ, സോ ഇതിൽ എന്തെങ്കിലും തരുന്ന ഏതെങ്കിലും ന്യൂട്രിയൻസിൽ ഡെഫിഷ്യൻസി വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം എന്തുണ്ടാവാം? ഡിഫക്റ്റ് വരാം. അതായത് അവരുടെ ഫിസിക്കൽ ഗ്രോത്തിൽ ഡിഫക്റ്റ് വരാം, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ ഡിഫക്റ്റ് വരാം, ഇമ്മ്യൂൺ കോമ്പീറ്റൻസ് അതായത് ഇമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ഡിഫറൻസ് വരാം അല്ലെങ്കിൽ ഡിഫക്റ്റ് വരാം, ഇമോഷണൽ വെൽബീയിങ്ങിലും ഡിഫക്റ്റ് വരാം. ഇനി മോസ്റ്റ് കോമൺ ആയിട്ട് കുട്ടികളിൽ വരുന്നത് ഈ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട്. അതേപോലെ കലോറിയുടെ ഡെഫിഷ്യൻസി വരാറുണ്ട്. പല വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി, അതേപോലെ പല മിനറൽസിൻ്റെ ഡെഫിഷ്യൻസിയാണ് കുട്ടികളിൽ കോമൺ ആയിട്ടും കാണുന്നത്. അതെന്ത് ചെയ്യും? കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ആഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. ആഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുക മാത്രമല്ല, ചിലപ്പോൾ അവർക്കൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഓർ ഈവൻ ഒരു ലോങ് ടേം ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് അത് ലീഡ് ചെയ്യുകയും കൂടി ചെയ്യും. ഓക്കെ, അപ്പം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കുട്ടിയുടെ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലാണ് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് ഇവരിൽ കോമൺ ആയിട്ട് വരുന്ന ഡെഫിഷ്യൻസീസ് എന്ന് നമുക്ക് നോക്കാം. കുട്ടികളിൽ കൂടുതലായിട്ട് കാണുന്ന ഡെഫിഷ്യൻസി എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കാണാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അയൺ ഡെഫിഷ്യൻസി, അനീമിയ വരാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ വൈറ്റമിൻ B12ഉം സിങ്കും അധികം അങ്ങനെ കാണാറില്ല, എന്നാലും കാണാറുണ്ട്. പിന്നെ വരുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസി കുട്ടികളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അയഡിൻ ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഒക്കെ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ ഈ ന്യൂട്രീഷൻസ് ഒക്കെയാണ് കോമൺ ആയിട്ടും
ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരും, അയൺ ഡെഫിഷ്യൻസി അനീമിയ, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, സിങ്ക് ഡെഫിഷ്യൻസി, കാൽഷ്യം ഡെഫിഷ്യൻസി, അയഡിൻ ഡെഫിഷ്യൻസി ആൻഡ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. അപ്പോൾ ഇതിൽ ഓരോന്നും നമുക്ക് നോക്കാം. അതായത് ഓരോ ഡെഫിഷ്യൻസിയും അത് എന്ത് കണ്ടീഷനാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ വേണ്ടത്ര ലെവലിൽ കുട്ടിയിൽ കിട്ടിയില്ലെങ്കിൽ, ആ ഒരു ന്യൂട്രിയൻ്റ് കിട്ടിയില്ലെങ്കിൽ കുട്ടിക്ക് എന്ത് കണ്ടീഷനാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള. ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് കിട്ടും. ഏതെങ്കിലും ഒരു ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി വെച്ചിട്ട് ചോദിക്കും. അതായത് ഇപ്പം ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ മാൽന്യൂട്രീഷൻ കാരണം കുട്ടിയിൽ ഉണ്ടാവുന്ന കണ്ടീഷൻ എന്താണ്, അങ്ങനത്തെ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ആണ്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. ഓക്കെ, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, ദാറ്റ് ഈസ് PEM, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അപ്പോൾ കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും പ്രോട്ടീനോ അല്ലെങ്കിൽ കലോറി അല്ലെങ്കിൽ എനർജിയോ അല്ലെങ്കിൽ രണ്ടും കിട്ടാതെ വരുന്ന കണ്ടീഷൻ, സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടാതെ വരുന്ന കണ്ടീഷനാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത്. സോ ഇൻഡിവിജ്വൽസ് ഹാവ് എ വെരി ലിറ്റിൽ ഡയറ്ററി ഇൻടേക്ക് ഓഫ് പ്രോട്ടീൻ എനർജി ഓർ ബോത്ത്. പ്രോട്ടീനും എനർജിയും കുറേശ്ശെ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കുറേശ്ശെയാണ് കിട്ടുന്നതെങ്കിൽ, അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാവുന്ന കണ്ടീഷനാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. അതിലുണ്ടാവുന്നത് രണ്ട് കണ്ടീഷനാണ്. ഇതിന് കോമൺ ആയിട്ടാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നതെങ്കിലും രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മരാസ്മസ്. ഓക്കെ, മരാസ്മസ് ആണ് ഒന്നാമത്തേത്. രണ്ടാമത്തേന്ന് വെച്ചാൽ ക്വസിയോക്കർ ആണ്. ഇത് രണ്ടുമാണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ്റെ വരുന്നത്. കുട്ടികളിൽ കാണുന്ന രണ്ട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഡിസീസസ്. സോ ദ ടു മേജർ ഡിസീസ് ലിങ്ക്ഡ് വിത്ത് ദിസ് കണ്ടീഷൻ, അതായത് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള രണ്ട് ഡിസീസസ് ഏതൊക്കെയാണ്? മരാസ്മസും ക്വസിയോക്കറുമാണ്. അപ്പം ഇത് രണ്ടും എന്താണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പം രണ്ടും പ്രോട്ടീനോ എനർജിയോ ആയിട്ടോ റിലേറ്റ് ചെയ്ത് വരുന്ന സാധനമാണ്. അപ്പോൾ ആദ്യം നമുക്ക് മരാസ്മസിൽ നിന്ന് തന്നെ തുടങ്ങാം. മരാസ്മസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് വേണ്ടത്ര എന്ത് കിട്ടുന്നില്ല? പ്രോട്ടീനും കലോറിയും കിട്ടുന്നില്ല. അതായത് എനർജിയും പ്രോട്ടീനും വേണ്ടത്ര കിട്ടുന്നില്ല. ആ ഒരു കണ്ടീഷനാണ് മരാസ്മസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടിക്ക് എന്തായിരിക്കും? അണ്ടർ വെയ്റ്റ് ആയിരിക്കും. അതായത് അവരുടെ യൂഷ്വൽ ഒരു ഏജിൽ വേണ്ട വെയ്റ്റിനേക്കാളും ഭയങ്കര വെയ്റ്റ് കുറവായിരിക്കും. സോ എക്സെപ്ഷണലി അണ്ടർ വെയ്റ്റ് ആയിട്ടായിരിക്കും കുട്ടി ഉണ്ടാവുക. ആൻഡ് അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ല, കലോറി കിട്ടുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? കുട്ടിയുടെ ബോഡിയിലുള്ള ഫാറ്റ് ആണ് എന്ത് ചെയ്യുക? ബ്രേക്ക് ഡൗൺ ചെയ്യുക ഫോർ ദെയർ എനർജി. അപ്പം സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ത് ചെയ്യും? ഇവിടെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ കുട്ടി നോക്കുന്ന സമയത്ത് അവരുടെ സ്കെൽട്ടൺ ആൻഡ് ആ സ്കിന്നിൻ്റെ അടിയിലുള്ള ആ മാസ് അല്ലെങ്കിൽ ആ ഫാറ്റ് ഡെപ്പോസിറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അപ്പിയറൻസ് ആയിരിക്കും കുട്ടിക്ക് വരുന്നത്. ഓക്കെ, അതായത് നന്നായിട്ട് മാസ് ഇല്ലാത്ത രീതിയിലുള്ള ബേബി ആയിരിക്കും കാണുക. സോ their body appearing to be a combination of only bone and skin. അപ്പോൾ എക്സ്ട്രീംലി വീക്ക് ആയിരിക്കും. ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷൻ ഭയങ്കര വീക്കാണെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റിയും അധികം കാണില്ല. സോ സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് മേജർ കോസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ലോ കലോറി ഡയറ്റ് ഇൻടേക്ക് ആണ്. എക്സ്ട്രീംലി ലോ ആയിട്ട് കലോറി ഇൻടേക്ക് വരികയാണെങ്കിലാണ് ഈ മരാസ്മസ് ഉണ്ടാവുന്നത്. ആൻഡ് ഇനി നമ്മളിത് ട്രീറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ, സിവിയർ ആവുകയാണെങ്കിൽ, ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡെത്ത് വരെ എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് മരാസ്മസ് എന്ന് പറയുമ്പം കുട്ടി എന്തായിരിക്കും? അണ്ടർ വെയ്റ്റ് ആയിരിക്കും. ഹൈലി അണ്ടർ വെയ്റ്റ് ആയിട്ട്, എക്സെപ്ഷണലി അണ്ടർ വെയ്റ്റ് ആയിട്ടായിരിക്കും വരിക. കുട്ടിയുടെ അപ്പിയറൻസ് എന്തായിരിക്കും? ഓൺലി ബോൺസ് ആൻഡ് സ്കിൻ പോലെ ആയിരിക്കും കുട്ടി ഇരിക്കുക. ഓക്കെ, ലോ കലോറി ഡയറ്റ് കാരണമാണ് ഈ ഒരു എക്സ്ട്രീം ലോ കലോറി ഡയറ്റ് കാരണമാണ് ഈ ഒരു കണ്ടീഷൻ മരാസ്മസ് ഉണ്ടാവുന്നത്. ഇനി അടുത്താണ് ക്വസിയോക്കർ എന്ന് പറയുന്നത്. ഇത് കുട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ അവർക്ക് എന്തായിരിക്കും? സഫീഷ്യൻ്റ് ആയിട്ട് പ്രോട്ടീൻ അവരുടെ ബോഡിയിലേക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ അതാണ് ക്വസിയോക്കറിന് കാരണം. സോ കണ്ടീഷൻ യൂഷ്വലി അപ്പിയർ ഇൻ ചിൽഡ്രൻ ദാറ്റ് ആഫ്റ്റർ ബീങ് വീൻഡ് ഫ്രം ബ്രസ്റ്റ് മിൽക്ക്. അതായത് ആദ്യത്തെ നമുക്കറിയാം, ആദ്യത്തെ 6 months ആകുമ്പം അല്ലെങ്കിൽ ആദ്യം ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ചെയ്യുന്നത്, മുലപ്പാൽ മാത്രമാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ട്രാൻസിഷൻ ചെയ്യും അല്ലേ? മുലപ്പാലിൽ നിന്ന് പിന്നെ നമ്മൾ അല്ലാത്ത സോളിഡ് ഫുഡ് കൊടുക്കും. യൂഷ്വലി മുലപ്പാലിനകത്ത് എന്തായിരിക്കും? ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ് വരിക. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് നമ്മൾ അല്ലാത്ത സോളിഡ് ഫുഡ് കൊടുക്കുമ്പം അതിൽ കൂടുതൽ നമ്മൾ സാധാ കൊടുക്കുന്ന ഫുഡിനകത്ത് എന്താണ്? ഇപ്പോൾ പൊട്ടാറ്റോ ഒക്കെ കൊടുക്കും, അങ്ങനത്തെ പല സാധനങ്ങളും കൊടുക്കും അല്ലേ? അതിൽ കൂടുതലും
കാർബോഹൈഡ്രേറ്റ് ആണ് വരിക. അപ്പോൾ ഇത്രയും നാളും ഹൈ പ്രോട്ടീൻ കിട്ടിക്കൊണ്ടിരുന്ന കുട്ടിക്ക് ഇപ്പോൾ പോകുന്നത് എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡായിരിക്കും പോവുക. സോ അവർക്ക് എന്ത് പറ്റും? പ്രോട്ടീൻ ഡെഫിഷ്യൻസി അവർക്ക് ഉണ്ടാവും. ഓക്കെ, സഫിഷ്യൻറ്റ് പ്രോട്ടീൻ അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷൻ, ഈ ഒരു കാര്യം കൊണ്ട് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ക്വസ്റ്റ്യോക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് കുട്ടിയുടെ വയറ്റിൽ അബ്ഡോമനിൽ ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു എഡിമ കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ എന്ത് പറ്റും? സ്വെല്ലൻ ബെല്ലി ആയിരിക്കും, വയറിങ്ങനെ വീർത്തിരിക്കും. ഓക്കെ, അതേപോലെ അഫക്റ്റഡ് ചിൽഡ്രൻ എന്തായിരിക്കും? വീക്കായിരിക്കും, അവർക്ക് മസിൽ മാസ് ഒക്കെ പോവും. അതാണ് വേസ്റ്റഡ് എന്ന് പറയുന്നത്. പുവർലി ഗ്രോൺ ആയിരിക്കും ആൻഡ് സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻ ഓർ ഡിസീസസ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷനാണ് മെയിനായിട്ടും നമ്മൾ പ്രോട്ടീൻ ആൻഡ് കലോറി ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ഓക്കെ, അത് മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. പ്രോട്ടീൻ, കലോറി അല്ലെങ്കിൽ എനർജി മാൽ ന്യൂട്രീഷനിൽ വരുന്നത് മരാസ്മസ് ആൻഡ് ക്വസ്റ്റ്യോക്കർ. ക്ലിയർ അല്ലേ? അപ്പോൾ അത് ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആൻഡ് ക്വസ്റ്റ്യോക്കറിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടെ ഓർത്ത് വെച്ചോക്കൂ. ഈ പോയിന്റ് അങ്ങനെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടില്ല. അതായത് ക്വസ്റ്റ്യോക്കറിൽ ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? സപ്രസ് ചെയ്യും. ഓക്കെ, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ സപ്രസ് ചെയ്യും. അതേപോലെ പ്രോട്ടീൻ സിന്തസിസ് എന്ത് പറ്റും? അതിനെ സപ്രസ് ചെയ്ത് വഴിയും പ്രോട്ടീൻ സിന്തസിസ് എന്തായിരിക്കും? കുറയും. പ്രോട്ടീൻ സിന്തസിസ് കുറയുന്നത് വഴി ഹൈപ്പോ പ്രോട്ടീനീമിയ, ബ്ലഡിൽ എന്തായിരിക്കും? പ്രോട്ടീൻ്റെ കണ്ടന്റ് ഭയങ്കര കുറവായിരിക്കും. ഇമ്മ്യൂണോ സപ്രഷൻ ആയിരിക്കും, അതായത് കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. എഡിമ, ഡയറിയ പോലത്തെ കണ്ടീഷൻസ് കുട്ടിയിൽ ഉണ്ടാകും. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി. കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി എങ്ങനെയാണ് ഉള്ളതെന്ന് നോക്കാം. കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യുന്നത് അത് അത്ര കോമൺ ആയിട്ടുള്ളതല്ല, എന്നാലും ജസ്റ്റ് പല കുട്ടികളിലും കാണാറുണ്ട്. അത്ര കോമൺ ആയിട്ടുള്ളൊരു ഡെഫിഷ്യൻസി അല്ല കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി. ആൻഡ് ഇതിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഏറ്റവും ഡിമാൻഡ് ആയിട്ടുള്ള പാർട്സുകളിലാണ് ഇത് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് ന്യൂറോൺസ്. ചില സ്പെസിഫിക് സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡിക്ക് എന്താണ് ഹൈ ഡിമാൻഡ് ഓഫ് ഗ്ലൂക്കോസ് ആണ്, ലൈക്ക് ന്യൂറോൺസിന്. അപ്പം ഈ ഹൈ ഡിമാൻഡ് മീറ്റപ്പ് ചെയ്യുന്ന അത്രയും കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാർബോഹൈഡ്രേറ്റ് അവർക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണല്ലോ ബോഡി ഫങ്ഷനിങ്ങിന്, ന്യൂറോൺസിന് ആവശ്യമാണ്. അപ്പം കാർബോഹൈഡ്രേറ്റ് ഫുഡിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ബാക്കിയുള്ള പ്രോട്ടീൻ, ഫാറ്റിനെയൊക്കെ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഡയറ്ററി പ്രോട്ടീൻ, ബോഡി പ്രോട്ടീൻ, അതേപോലെ ഫാറ്റിൽ നിന്നുള്ള ഗ്ലിസറോൾ, ഇതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എന്താക്കും? ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ആൻഡ് അങ്ങനെ വരുന്ന സമയത്ത്, അതായത് ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, അതായത് ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. വേറെ കോമ്പൗണ്ട്സിൽ നിന്ന് ലൈക്ക് ഫാറ്റിൽ നിന്നൊക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് ലിവറിൽ നടക്കും. സോ ഇങ്ങനെ വരുന്ന സമയത്ത് കീറ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് അവിടെ കീറ്റോൺസ് പ്രൊഡക്ഷൻ ഹൈ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ, അത് കുട്ടികളിലായാലും അഡൾട്ടിലായാലും, അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ബ്രത്തിന് ഒരു ഫ്രൂട്ടി സ്മെല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു മെറ്റാലിക് സ്മെല്ലായിരിക്കും കാണിക്കും. ഓക്കെ, അപ്പോൾ ഒരു പെക്യുലർ സ്വീറ്റ് ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടി ഓർഡർ ആയിരിക്കും ഈ കീറ്റോസിസ് ഉള്ള ആൾക്കാരിൽ കാണുന്നത്. അപ്പോൾ ഈ കീറ്റോസിസ് ആണ് അവിടെ മെയിനായിട്ടും വരുന്നത് കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി വരുമ്പോൾ. ആൻഡ് ദിസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് കോമൺ, അത്രയും കോമൺ ആയിട്ടുള്ളൊരു ഡെഫിഷ്യൻസി അല്ല. ഇനി എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ആണ്. അതായത് omega-3, omega-6 ഫാറ്റി ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതേപോലെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇല്ലേ, അതിൽ ഡെഫിഷ്യൻസി വരുമ്പോൾ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എന്തായിരിക്കും? ഒന്ന് കുറയും, കുട്ടിയുടെ ഗ്രോത്ത് ഒന്ന് കുറയും. പിന്നെ അവരുടെ ഡ്രൈ ആയിട്ടായിരിക്കും സ്കിൻ എന്ന് പറയുന്നത്, കുറച്ച് സ്കെയിലി ആയിട്ട് ഡ്രൈ റാഷ് പോലെ കാണാറുണ്ട്. വൂണ്ട് ഹീലിംഗ് പ്രോസസ്സ് എന്ത് ചെയ്യും? ഭയങ്കര പാടായിരിക്കും. വൂണ്ട് ഹീൽ ചെയ്തെടുക്കാൻ കുറേ സമയം എടുക്കും. പിന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ നോട്ട് ദാറ്റ് മച്ച് കോമൺ. ഇതും അധികം കോമൺ അല്ല. ഇനി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ്. ഇത് കോമൺ ആയിട്ട് തന്നെ കാണുന്ന ഒന്നാണ് കേട്ടോ, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അപ്പോൾ വൈറ്റമിൻ എ നമുക്കറിയാം നമ്മുടെ സ്കിൻ, വിഷൻ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ. അപ്പോൾ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ മെയിനായിട്ടും വിഷനെ അത് എന്ത് ചെയ്യും? ബാധിക്കും. സോ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് സിറോഫ്താൽമിയ, അതേപോലെ ബിറ്റോട്ട് സ്പോട്സ്, പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് ഉണ്ടാവുക. അതായത് എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കും നമ്മൾ ഐ. ഓക്കെ, കൺജക്റ്റീവ നന്നായിട്ട് ഡ്രൈ ആവും. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നമുക്ക് രാത്രി കാഴ്ച കിട്ടത്തില്ല. അതേപോലെ ബിറ്റോട്ട് സ്പോട്ട്, അതായത് ഈ കൺജക്റ്റീവയിൽ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഒരു സ്പോട്ട് ഫോം ചെയ്യും. ഓക്കെ, ഒരു കൊയാഗുലേഷൻ വന്നിട്ട് സ്പോട്ട് ഫോം ചെയ്യും. ഇങ്ങനത്തെ കണ്ടീഷൻസ് ആണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നത്.
ആൻഡ് ഇത് എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ, അതായത് അൺട്രീറ്റ് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ കെരാറ്റോമലേഷ്യ കോസ് ചെയ്യും. അതായത് എക്സ്ട്രീം ആയിട്ട് ഐ ഡ്രൈ ആവുകയും ഫൈനലി ആ നമ്മളെ കോർണിയൽ എന്ത് സംഭവിക്കും, അത് നന്നായിട്ട് കണ്ടൻസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫൈനലി എന്ത് പറ്റും, പെർമനൻറ്റ് ബ്ലൈൻഡ്നെസ്സിലേക്ക് ലീഡ് ചെയ്യും, കാഴ്ചയില്ലാതാവുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ കുട്ടികൾക്ക്, ഈ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്ക് എന്തും കൂടെ കാണാറുണ്ട്, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനും കൂടെ അതിൻ്റെ കൂടെ കാണാറ് ഉണ്ട്. അപ്പോൾ അതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ഏതൊക്കെയാണ് കണ്ടീഷൻസിൽ വരിക, സിറോഫ്താൽമിയ, ബിറ്റോട്ട് സ്പോട്സ് ആൻഡ് നൈറ്റ് ബ്ലൈൻഡ്നസ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ സാധാ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് വൈറ്റമിൻ എ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സിറിയൽസ് ഒക്കെ ഇറക്കാറുണ്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. അത് കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. അടുത്തത് ഫോളേറ്റ് ഡെഫിഷ്യൻസി ആണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. ഫോളേറ്റ് അല്ലെങ്കിൽ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. ഓക്കെ, ഫോളേറ്റ് ഓർ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ആണ് അടുത്തതെന്ന് പറയുന്നത്. അത് പ്രഗ്നൻസി മുതലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നമ്മൾ പ്രോപ്പറായിട്ട്, അതായത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവാം, പ്രീ ടേം ഡെലിവറിക്ക്, അതായത് മാസം തികയാതെ പ്രസവിക്കാനുള്ള ചാൻസ് ഉണ്ട്. പ്രസവിച്ച കുട്ടിക്ക് എന്തായിരിക്കും, ലോ ബർത്ത് വെയിറ്റ് ആയിരിക്കും. അതേപോലെ ഫീറ്റൽ ഗ്രോത്ത് എന്തായിരിക്കും, കുറവായിരിക്കും, റിട്ടാർഡേഷൻ സംഭവിക്കാം. അതേപോലെ മെയിൻ ആയിട്ടുള്ള കാരണമാണ് ന്യൂറൽ ട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവാം, അത് ക്ലോസ് ആവാതിരിക്കുകയോ അങ്ങനത്തെ ഡിഫക്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പൊങ്ങി ഇങ്ങനെ വരികയൊക്കെ, ബൾജ് ചെയ്ത് വരികയൊക്കെ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതൽ. അങ്ങനത്തെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സും ഉണ്ടാവും. അപ്പോൾ ഫോളേറ്റ് റിലേറ്റ് ചെയ്ത്, ഡെഫിഷ്യൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ വരാം, പ്രീ ടേം ഡെലിവറി വരാം, ലോ ബർത്ത് വെയിറ്റ് വരാം, റിട്ടാർഡേഷൻ ഓഫ് ഫീറ്റൽ ഗ്രോത്ത്, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരാം. ഓക്കെ, ഇനി നമ്മൾ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പെരി കൺസെപ്ഷൻ, അതായത് നമ്മൾ കൺസീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോളിക് ആസിഡ് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഈ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര ലോ ആണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറയാറുണ്ട്. ഓക്കെ, ഇനി കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പോൾ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇപ്പം അമ്മയ്ക്കില്ല, പിന്നീട് അത് കഴിഞ്ഞ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ അവരിൽ കൂടുതൽ കാണുന്ന ഭയങ്കര ക്ഷീണമായിരിക്കും, ഫറ്റീഗ്, വീക്ക്നെസ് ഒക്കെ ആയിരിക്കും കാണുക, ബിക്കോസ് ഓഫ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അതായത് എക്സ്ട്രീംലി ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള RBC ആയിരിക്കും ഉണ്ടാവുന്നത്. അങ്ങനെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറവും ആയിരിക്കും. ഓക്കെ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ അതാണ് ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസിയിൽ വരുന്നത്. പ്രഗ്നൻസി ടൈമിലുള്ളതും ആഫ്റ്റർ പ്രഗ്നൻസി ഓർത്ത് വെച്ചോളൂ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയും കുട്ടികളിൽ കണ്ടുവരുന്നതാണ് കേട്ടോ. വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ട് കുട്ടിക്ക് എന്താണ് ഉണ്ടാവുക, നമ്മൾ പഠിച്ചാണ്, സ്കർവി പോലത്തെ കണ്ടീഷൻസ് കുട്ടികളിൽ ഉണ്ടാവുക. സ്കർവി ആണ് മെയിനായിട്ടും വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുക. അതിൻ്റെ സിംറ്റംസ് ബ്ലീഡിങ് ഗം ഉണ്ടാവും, പെറ്റീക്കിയ, അതായത് കുഞ്ഞ് റെഡ് സ്പോട്ട് സ്കിന്നിലായിട്ട് കാണും. എക്കിമോസിസ് എന്ന് പറയുമ്പം ഈ ബ്രൂസസ് പോലെ ഇങ്ങനെ കയ്യിലേക്ക് ബ്രൂസസ് പോലെ ഇങ്ങനെ രക്തം കട്ട പിടിച്ച് കിടക്കുന്ന പോലുള്ള കണ്ടീഷൻസ് കാണിക്കാറുണ്ട്. ഹൈപ്പർ കെറോട്ടോസിസ് എന്ന് പറയുന്ന സ്കിന്ന്, ഔട്ടർ സ്കിന്ന് കുറച്ച് ഹാർഡായിട്ട് മാറും, ഒരു പാച്ചൊക്കെ ആയിട്ട് ഹാർഡായിട്ട് നിൽക്കുന്ന കണ്ടീഷൻ. അതേപോലെ കുഞ്ഞുങ്ങളുടെ ഹെയർ എന്താണ് ഇങ്ങനെ ഹൈലി കോയിൽഡ് ആയിട്ട് മാറും, യൂഷ്വലി ഇരിക്കുന്നതിനേക്കാളും. ഇപ്പം ജനിക്കുമ്പോഴേ അങ്ങനെ ആണെങ്കിൽ ഓക്കെ ആണ്. അത് കഴിഞ്ഞ് അബ്നോർമലി അതെന്താണ് കോയിൽഡ് ആവുന്നത് പോലെ വരികയാണെങ്കിലോ, അതേപോലെ വൂണ്ട് ഹീലിംഗ് എന്തായിരിക്കും, ഇംപെയർഡ് ആവും, അതായത് കുറേ ടൈം എടുത്തായിരിക്കും വൂണ്ട് ഹീലിംഗ് നടക്കുക. അതേപോലെ ആർത്രാൾജിയാസ് ഉണ്ടാവും, അതായത് നമ്മുടെ ജോയിൻറ്റിനകത്തോട്ട് നല്ല പെയിൻ ഫീലിംഗ്. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് ആണ് ഈ സ്കർവി ഒരെണ്ണം ഉണ്ടാവുക. അപ്പം ഇൻ ദ ഫസ്റ്റ് 3 months ഓഫ് അസ്കോർബിക് ആസിഡ് ഡെഫിഷ്യൻസി സിംറ്റംസ് എന്തൊക്കെയാണ് വരിക, ബ്ലീഡിംഗ് കം, പെറ്റീക്കിയ, എക്കിമോസിസ്, ഹൈപ്പർ കെറാറ്റോസിസ്, കോയിൽഡ് ഹെയർ, ഇംപയർഡ് വൂണ്ട് ഹീലിംഗ് ആൻഡ് ആർത്രാൾജിയ. ഈ സിംറ്റംസ് എല്ലാം എന്തിനാണ് കാണിക്കുക, സ്കർവി ആണ് കേട്ടോ കാണിക്കുക, സ്കർവി. ഓക്കെ, ആൻഡ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഗ്രോയിങ് ഇൻഫൻറ്റിൽ കാണിക്കാറുണ്ട്. എക്സ്ക്ലൂസീവ്ലി ഇപ്പം നമ്മൾ കൗ മിൽക്ക് കൊടുക്കുന്ന കുട്ടികളിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ ഫോമുല മിൽക്ക് കൊടുക്കുന്ന കുട്ടികളിൽ അത് വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കാണാറുണ്ട്. അല്ലെങ്കിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളിലും ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ആർക്കൊക്കെയാണ് കൂടുതൽ കാണുന്നത്, ഫെഡ് വിത്ത് കൗ മിൽക്ക് ഓർ ഫോമുല മിൽക്ക് ആൻഡ് ചിൽഡ്രൻ വിത്ത് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി.
ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കോ കൗ മിൽക്കോ ഫോമുല മിൽക്കോ എക്സ്ക്ലൂസീവ്ലി അത് മാത്രം കുടിക്കുന്ന കുട്ടികളിലോ ആണ് എന്ത് സംഭവിക്കുക, ഇങ്ങനത്തെ സ്കർവി പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? സോ അതാണ് വൈറ്റമിൻ സി ഡെഫിഷ്യൻസിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി. ഇപ്പോൾ ഓർക്കുക, വൈറ്റമിൻ കെ എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലോട്ടിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. അപ്പോൾ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ കുട്ടിയിൽ ഉണ്ടാവുന്ന കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെമറേജിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ. ഹെമറേജിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ. ഇഫ് ദ ബേബി ഹാവിങ് എ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹെമറേജിക് ഡിസീസ് ഓഫ് ദ ന്യൂ ബോൺ. അല്ലെങ്കിൽ നമ്മൾ പറയും വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി അറ്റ് ബർത്ത്, VKDB എന്ന് പറയും. ഓക്കെ, സോ അങ്ങനെ വരുന്നത് അതായത് ഫസ്റ്റ് 24 hours ആഫ്റ്റർ ബർത്ത് കുട്ടിക്ക് എന്താണ് ഇങ്ങനത്തെ അത് ഓരോ തരം തിരിച്ചാണ്. അപ്പം ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നില്ല, ഇപ്പം അമ്പരിക്ക കൂടിയിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, അപ്പോൾ അവർക്കൊക്കെ എന്താണ് അങ്ങനത്തെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നാണ് അർത്ഥം. So early vitamin K deficiency at birth which manifests within the first 24 hours after birth usually affect infant whose mother during pregnancy have taken medications. അതായത് വൈറ്റമിൻ കെ മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും മെഡിക്കേഷൻ എടുത്തിട്ടുള്ള അമ്മയിൽ നിന്നുള്ള കുട്ടികൾക്കാണ് യൂഷ്വലി ഈ ഫസ്റ്റ് 24 hours ഈ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി കാണിക്കുക. അല്ലാതെ തന്നെ കുട്ടികളിൽ എന്ത് കാണാറുണ്ട്, വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി വരാറുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഹെമറേജ് ആണ് കോസ് ചെയ്യുക. ഇനി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്കറിയാം, വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ കാൽഷ്യം ആൻഡ് ഫോസ്ഫേറ്റിൻ്റെ ഒക്കെ അബ്സോർപ്ഷനും ബോൺ ആൻഡ് ടീത്തിൻ്റെ ഒക്കെ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ ആവശ്യമായിട്ടുള്ളൊരു വൈറ്റമിൻ ആണല്ലേ. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്. അതായത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും, വിച്ച് ലീഡ്സ് ടു ഹൈപ്പോ കാൽസീമിയ, അതായത് ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറവായിട്ടുള്ള കണ്ടീഷൻ. അതേപോലെ ഹൈപ്പോ ഫോസ്ഫറ്റീമിയ, അതായത് ബ്ലഡിൽ ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറവായിട്ടുള്ള കണ്ടീഷൻ. ഇങ്ങനെ വരുമ്പം ആൾക്കാരിൽ വലിയ ആൾക്കാരിൽ അഡൾട്ടിൽ ഓസ്റ്റിയോമലേഷ്യം, കുട്ടികളിൽ എന്താ ഉണ്ടാക്കുക, റിക്കറ്റ്സ് ഉണ്ടാക്കും. റിക്കറ്റ്സ് ഓക്കെ, അതായത് ബോൺസിലേക്ക് കാൽഷ്യത്തിൻ്റെ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞ് വരുന്ന കണ്ടീഷനാണ്. സോ റിക്കറ്റ്സ് ആണ് കുട്ടികളിലേക്ക് ഉണ്ടാവുക. അപ്പം ഇതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ആയിരിക്കും, പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ സിന്തസിസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഡയറ്ററി ഇൻടേക്ക് കുറവായിരിക്കും. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി യൂഷ്വലി കാണുന്നത്. ആൻഡ് ഇത് ഓവർകം ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ കൊടുക്കുന്ന സിറിയൽസിലും ഇൻഫൻറ്റ് ഫോമുലാസിലും കൗ മിൽക്കും ഒക്കെ എന്താണ് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ ഡി വെച്ച് ഫോർട്ടിഫൈ ചെയ്തിട്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, സോ ഇതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കാൽഷ്യം ഡെഫിഷ്യൻസി. കാൽഷ്യം ഡെഫിഷ്യൻസി കുട്ടികളിൽ കാണാറുണ്ട് കേട്ടോ. അതായത് പ്രോപ്പർ ലെവലിൽ അവർക്ക് കാൽഷ്യം കിട്ടിയില്ലെങ്കിൽ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയും, ദാറ്റ് ഈസ് ഹൈപ്പോ കാൽസീമിയ കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, ലോ ലെവൽ ഓഫ് സിറം കാൽഷ്യം ആയിരിക്കും ഉണ്ടാവും. അപ്പം ഇത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ നമ്മൾ റിക്കറ്റ്സ് കണ്ടില്ലേ, അതേ കാര്യം തന്നെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലും കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. ഓസ്റ്റിയോപോറോസിസ് അഡൾട്ട്സിൽ ഉണ്ടാവാറുണ്ട്. ബ്രെയിൻ ഓൾട്രേഷൻ, ഡെന്റൽ ചേഞ്ചസ് ഉണ്ടാവും. കാൽഷ്യം ഈസ് റിക്വയർഡ് അല്ലേ ടീത്തിന്. അപ്പം അതിൻ്റെ കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുമ്പം ഡെന്റൽ ചേഞ്ചസും ഉണ്ടാവും, കാറ്ററാക്ട് പോലത്തെ കണ്ടീഷൻസും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാൽഷ്യം നമുക്ക് ലൈഫ് ലോങ് ആവശ്യമായിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്. അപ്പോൾ അതാണ് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി. ഹൈപ്പോ കാൽസീമിയ ആണ് ഉണ്ടാവുക, കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് വൺ ഈസ് അയൺ ഡെഫിഷ്യൻസി. അയൺ ഡെഫിഷ്യൻസി ഓർക്കുക അനീമിയമായിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. അയൺ ഡെഫിഷ്യൻസി കാരണം കുട്ടികളിൽ ഉണ്ടാവുന്നത് അനീമിയാണ് കേട്ടോ. അനീമിയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻ അയൺ ഡെഫിഷ്യൻസി ഈസ് മോസ്റ്റ് പ്രിവലന്റ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി യങ് ചിൽഡ്രനിലും അതേപോലെ പ്രീ മെനപ്പോസൽ വിമനിലുമാണ് അത് കൂടുതൽ റിസ്ക് ആയിട്ട് കാണാറുള്ളത്. അപ്പം അയൺ എന്ന് പറയുന്നത് നമ്മളെ ഹീമോഗ്ലോബിൻ്റെ പാർട്ടാണല്ലേ. സോ ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിന് അയൺ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം അയൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ സിന്തസിസിൽ കുറവുണ്ടാവും. ആൻഡ് ഉണ്ടാവുന്ന RBC എന്ന് പറയുന്നത് എന്തായിരിക്കും, ചെറുതായിരിക്കും, സ്മോളർ സൈസ്ഡ് RBC ആയിരിക്കും. അതിനകത്ത് സ്മോളർ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന അനീമിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. മൈക്രോസൈറ്റിക്
ഹൈപ്പോക്രോമിക് അനീമിയ. മൈക്രോസൈറ്റിക് എന്ന് പറയുമ്പോൾ സ്മോൾ സൈസ്ഡ് RBC, ഹൈപ്പോക്രോമിക് എന്ന് പറയുമ്പം ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറവായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന അനീമിയാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ഇതാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ. ദാറ്റ് മീൻസ് സ്മോളർ സൈസ്ഡ് റെഡ് ബ്ലഡ് സെൽസ് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് കുറവായിരിക്കും. സോ അത് കാരണം ഉണ്ടാകുന്ന ഫാറ്റീഗ്, അപ്പതി, പെയിൽനെസ്, വീക്ക്നെസ്, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അപ്പോൺ എക്സേർഷൻ ആൻഡ് ഡിക്രീസ്ഡ് റെസിസ്റ്റൻസ് ഫോർ കോൾഡ് ടെമ്പറേച്ചർ. അതായത് ഇങ്ങനെ വരുമ്പോൾ കുട്ടികളിലും ആരിലായാലും കാണുന്ന ഇതാണ്, ക്ഷീണം ഉണ്ടാവും, അപ്പതി ഒരു ഫീലിങ്ങും ഇല്ലാതിരിക്കും, പെയിൽനെസ് ഉണ്ടാവും, വീക്ക്നെസ് ഉണ്ടാവും, എക്സേർഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടാത്ത പോലെ തോന്നും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും. അതേപോലെ കോൾഡ് ടെമ്പറേച്ചർ വരുമ്പോൾ പെട്ടെന്ന് തണുക്കുന്നതായിട്ട് അത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ കൂടി വരും. സോ അതാണ് അയൺ ഡെഫിഷ്യൻസിയിൽ വരുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, ദാറ്റ് ഇസ് മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ആണ് കാണുന്നത്. ഓക്കെ, അത് പഠിച്ചു വെച്ചോളൂ. ഇനി അയൺ ഡെഫിഷ്യൻസി ഡെവലപ്മെൻറ്റിലും ബിഹേവിയറിലും അവരുടെ ലേണിംഗ് സ്കില്ലിനെയും അതേപോലെ ഗ്രോത്തിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതാണ് അയൺ ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അയഡിൻ ഡെഫിഷ്യൻസി. അയഡിൻ ഡെഫിഷ്യൻസി മെയിനായിട്ടും തൈറോയിഡ് ഫംഗ്ഷനിങ്ങുമായിട്ടാണ് വരുന്നത് കേട്ടോ. തൈറോയിഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരിക. ബിക്കോസ് അയഡിൻ എന്ന് പറയുന്നത് ഒരു ട്രേസ് എലമെൻ്റ് ആണ്. അത് തൈറോയിഡ് ഫംഗ്ഷനിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ്, ഇനോർഗാനിക് എലമെൻ്റ് ആണ് അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അയഡിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് എന്ത് പറ്റും, തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷനിങ്ങിലാണ് ഡിഫക്റ്റ് വരും. ആൻഡ് ഈ തൈറോയിഡ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ നോർമൽ ഹ്യൂമൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഈ തൈറോയിഡ് ഗ്ലാൻഡ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് തൈറോയിഡ് ഹോർമോൺ. അപ്പോൾ ആ ഹോർമോണിൻ്റെ സിന്തസിസിന് എന്താവശ്യമാണ്, അയഡിൻ ആവശ്യമാണ്. അപ്പോൾ അയഡിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഈ ഹോർമോൺസിൻ്റെ സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കാതിരിക്കുകയും ഗ്രോത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ഗ്രോത്ത് റിട്ടാർഡേഷനൊക്കെ ഉണ്ടാവും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. So thyroid hormone is necessary for optimal fetal and postnatal development and growth of central nervous system. അപ്പം ഈ തൈറോയിഡ് പ്രോപ്പറായിട്ട് ഉണ്ടായില്ലെങ്കിൽ കുട്ടിക്ക് എന്തുണ്ടാവും, സ്റ്റണ്ടഡ് ഗ്രോത്ത് ഉണ്ടാവും, ന്യൂറോളജിക്കൽ ഡാമേജ് ഉണ്ടാവും, മെൻ്റൽ റിട്ടാർഡേഷൻ കുട്ടിയിൽ കാണും. എന്ത് കാണും, മെൻ്റൽ റിട്ടാർഡേഷൻ കുട്ടിയിൽ പെർമനൻ്റ് ആയിട്ട് കാണും. ഈ ക്രെട്ടനിസം പോലത്തെ കണ്ടീഷൻ കുട്ടിക്ക് വരും, ക്രെട്ടനിസം. ഓക്കെ, ഫ്രം ദ എംബ്രിയോണിക് സ്റ്റേജ് ടു അഡൾട്ട്ഹുഡ് തൈറോയിഡ് ഡെഫിഷ്യൻസി കാരണം കുട്ടികൾക്ക് ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള മെൻ്റൽ ഫംഗ്ഷൻ ആയിരിക്കും, ഗോയിറ്റർ ഉണ്ടാവാറുണ്ട്, ക്രെട്ടനിസം കോസ് ചെയ്യും, ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാവും. ഈ ക്രെട്ടനിസം ഉണ്ടാവുന്നത് ഹൈപ്പോ തൈറോയിഡിസം വഴിയാണ്. അതായത് തൈറോയിഡ് ഹോർമോൺസ് യൂഷ്വലി വേണ്ടതിനേക്കാളും ലോ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അത് കാരണമാണ് ഈ ക്രെട്ടനിസം കുട്ടികളിൽ ഉണ്ടാകുന്നത്. മെൻ്റൽ റിട്ടാർഡേഷൻ ആണത് കേട്ടോ, അത് കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം മദറിന് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും ജനിക്കുന്ന കുട്ടിക്ക് എന്തുണ്ടാവും, ക്രെട്ടനിസം ഉണ്ടാവും. ആ ക്രെട്ടനിസം ആണ് അയഡിൻ ഡെഫിഷ്യൻസി ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസും അതാണ്. ഓക്കെ, ആൻഡ് ഇൻഫൻറ്റ് ആൻഡ് പ്രഗ്നൻറ്റ് വുമൺ ആർ ഹയസ്റ്റ് റിസ്ക് ആണ്. അതായത് അയഡിൻ ഡെഫിഷ്യൻസി കാരണം രണ്ടുപേർക്കും എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ആൻഡ് ഇതിനെ ഒരു ഓവർകം ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളിപ്പം അവൈലബിൾ ആയിട്ടുള്ള സോൾട്ട് എല്ലാം എന്താണ്, അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൺസ്യൂം ചെയ്യുന്നത് വഴി അയഡിൻ ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയഡിൻ ഡെഫിഷ്യൻസി അങ്ങനെ മോസ്റ്റ് കോമൺ ആയിട്ട് കുറേ അങ്ങ് കാണാറില്ല, എവിടെയും അങ്ങനെ അങ്ങ് കാണാറില്ല. ബട്ട് ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് സീരിയസും ആണ്. ക്രെട്ടനിസം ഒക്കെ ഉണ്ടാവും, മെൻ്റൽ റിട്ടാർഡേഷൻ കുട്ടികളിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ഫ്ലൂറൈഡിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് ടീത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരിക, ടീത്ത് ആൻഡ് ബോൺസ്. അപ്പോൾ ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് വിച്ച് ഇസ് എ മെറ്റൽ എലമെൻ്റ് ആണ്. ആ എലമെൻറ്റ് നോൺ മെറ്റൽ ആണ്. ആൻഡ് ഇറ്റ് ഇസ് എ എലമെൻ്റ് എന്ന് നമുക്കറിയാം. ഒരു നോൺ മെറ്റൽ ആണ് അല്ലെങ്കിൽ എലമെൻ്റ് ആണ്, ഇനോർഗാനിക് എലമെൻ്റ് ആണ് വിച്ച് ഇസ് എ നോൺ മെറ്റൽ. അപ്പോൾ ഈ ഒരു നോൺ മെറ്റൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ ടീത്ത് ആൻഡ് ബോണിൻ്റെ മിനറലൈസേഷന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ടൂത്ത് ഡീക്കെ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും ടീത്തിനെ. അപ്പം ഫ്ലൂറൈഡ് ഡെഫിഷ്യൻസി വരുമ്പം ഈ ടൂത്ത് ഡീക്കെ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികളിൽ അത് കൂടുതലായിട്ട് കാണാറുണ്ട് അല്ലേ. അപ്പം ഇത് ഓവർകം ചെയ്യാനായിട്ട് ഇപ്പം ഡ്രിങ്കിങ് വാട്ടറിനകത്ത് തന്നെ ഫ്ലൂറൈഡും കൂടെ കൊടുക്കാറുണ്ട് ഈ മുനിസിപ്പൽ വാട്ടറിലൊക്കെ. അപ്പോൾ ഈ ഡ്രിങ്കിങ് വാട്ടറിനകത്ത് ലോ ഫ്ലൂറൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യും,
ഇങ്ങനത്തെ കണ്ടീഷൻസ് കുട്ടികളിൽ വരും. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, കുട്ടിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ഫ്ലൂറൈഡ് സപ്ലിമെൻറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ഓവർ 6 months ഓഫ് ഏജ്. ആൻഡ് യൂഷ്വലി നമ്മളുടെ ടൂത്ത് പേസ്റ്റിനകത്ത് എന്തുണ്ട്, ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുണ്ട് ഫോർ ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്. അങ്ങനെ കണ്ടിന്യൂസ് ഫ്ലൂറൈഡ് ഇൻടേക്ക് അതിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇഫ് വി ആർ ടേക്കിംഗ് എനി അൻറ്റാസിഡ്സ്, എന്തെങ്കിലും അൻറ്റാസിഡ്സ്, അലൂമിനിയം കണ്ടെയ്നിങ് അൻറ്റാസിഡ്സ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ഫ്ലൂറൈഡിൻ്റെ അബ്സോർപ്ഷനെ അത് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല്ല് തേച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പല്ല് തേക്കുന്നതിന് മുമ്പായിട്ട് ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അൻറ്റാസിഡ്സ് യൂസ് ചെയ്യാൻ. അതായത് അൻറ്റാസിഡ് കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് പല്ല് തേക്കുക, അല്ലെങ്കിൽ പല്ല് തേച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് അൻറ്റാസിഡ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ അൻറ്റാസിഡ്സ്, അലൂമിനിയം കണ്ടെയ്നിങ് അൻറ്റാസിഡ്സ് ഫ്ലൂറൈഡിൻ്റെ അബ്സോർപ്ഷനെ എന്ത് ചെയ്യും, കുറയ്ക്കും. ഓക്കെ, സോ അതാണ് ഫ്ലൂറൈഡ് ഡെഫിഷ്യൻസി. അപ്പോൾ ഇത്രയാണ് കോമൺ ആയിട്ട് കാണുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഇൻ ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ആ ഡെഫിഷ്യൻസിയുടെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം ഫോളിക് ആസിഡ് കൊണ്ട് എന്ത് ഡിഫക്റ്റാണ് കുട്ടിക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഫ്ലൂറൈഡ് കൊണ്ട് എന്ത് ഡിഫക്റ്റാണ് വരിക, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവൂ. ഓക്കെ, അതുമല്ല പഠിക്കാനും എളുപ്പമാണ്. ഓരോ ഇപ്പം മിനറൽ അല്ലെങ്കിൽ എന്താണോ ആ ന്യൂട്രിയൻ അതിൻ്റെ ഡെഫിഷ്യൻസി ഇങ്ങനെ മാത്രം പഠിച്ച് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.